കാരണം അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുകാരായ ആളുകളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചതിൽ നിന്ന് രക്ഷപ്പെടണം. കമ്മ്യൂണിസ്റ്റുകാരായ വീട്ടിലുള്ള സ്ത്രീകളെയല്ല രാഹുൽ പീഡിപ്പിച്ചത്. രാഹുൽ നിർബന്ധ ഗർഭം അലസിപ്പിക്കൽ എന്ന കുറ്റം ചെയ്തത് മറ്റേതെങ്കിലും ഒരു സ്ത്രീയോട് ഭീഷണിപ്പെടുത്തിയിട്ടല്ല. ആ ഭീഷണി നടത്താൻ രാഹുലിന് ധൈര്യം നൽകിയത് ഇന്നിപ്പോ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി സമരം നടത്താൻ ആഹ്വാനം ചെയ്ത നേതാക്കളാണ്. ഇപ്പോഴാണെങ്കിൽ ആ നേതാവിനെയും കൂട്ടി നിയമസഭയിൽ പോയത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളാണ്. ആ നേതാക്കളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ രംഗത്താണ്. കോൺഗ്രസ് ഇപ്പൊ അകപ്പെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. വയനാട്ടിലാണെങ്കിൽ ചതിയും ഗ്രൂപ്പ് വഴക്കും, ഇത് രണ്ടും കൊണ്ട് 5 പേർ ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരത്താണെങ്കിൽ വഞ്ചിതനായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഈ ആത്മഹത്യ ചെയ്ത കോൺഗ്രസുകാരുടെ കുടുംബത്തിലുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന വിധത്തിൽ ക്രൂരമായ നിലപാടാണ് ഇത്തരം കുടുംബങ്ങളോട് കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകൾ സ്വീകരിക്കുന്ന സമീപനം. അതിനെ തുടർന്ന് കോൺഗ്രസ് അകപ്പെട്ട ഒരു പ്രതിസന്ധിയുണ്ട്, പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി. കോൺഗ്രസിനകത്തുള്ള പ്രതിസന്ധിയിൽ പ്രധാനമായും കോൺഗ്രസുകാർ തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നെ പ്രതിപക്ഷ നേതാവിനുള്ള ആയുധം മറ്റൊന്നുമില്ല, ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടുക. അതാണിപ്പോൾ നടക്കുന്നത്.